പ്രധാനമായും ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയമാണ് വിശദീകരിക്കാനുള്ളത്. അതിലൊന്ന്, ശബരിമല തീർത്ഥാടനം ഈ വർഷം ഇതുവരെ ഭംഗിയായും വിജയകരമായും ദർശനം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ മണ്ഡലകാലം പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഏതാണ്ട് 32,70,000 പരം ആളുകൾ വന്നുപോയിരുന്നു, സുഖദർശനമായിരുന്നു. അതോടൊപ്പം സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നു, 5,44,000 മുകളിലായിരുന്നു. ഇപ്പോൾ മകരവിളക്കിനുള്ള ദർശനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. 30-ാം തീയതി നട തുറന്നു. നല്ല തിരക്കാണ്. കൃത്യമായി പറഞ്ഞാൽ 12-ാം തീയതി പന്തളത്തുനിന്ന് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കും. 14-ാം തീയതി സന്നിധാനത്തിൽ എത്തിച്ചേരും. തിരുവാഭരണ ഘോഷയാത്രയ്ക്കുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഞങ്ങൾ പത്തനംതിട്ടയിൽ കേന്ദ്രീകരിച്ച് ജില്ലാ ഭരണകൂടവും സംസ്ഥാനത്തെ പൊതു ഉദ്യോഗസ്ഥ മേധാവികളുമെല്ലാം ചേർന്ന് ചർച്ച ചെയ്ത് തിരുവാഭരണ ഘോഷയാത്ര ഭംഗിയാക്കുന്നതിന്, മകരവിളക്ക് തീർത്ഥാടനം ഭംഗിയാക്കുന്നതിനെല്ലാം ഉള്ള മുൻകരുതലുകൾ പ്ലാൻ ചെയ്തു. ഇപ്പോൾ അതനുസരിച്ച് ദർശനം തുടങ്ങി ഭംഗിയായി മുന്നോട്ട് കൊണ്ടുവരിക. ഇന്നലെയാണെങ്കിൽ 1,00,000 പരം ആളുകൾ വന്നിരുന്നു എന്നാണ്. നമ്മൾ നേരത്തെ 80,000 ആയിരുന്നു ആദ്യം ആലോചിച്ചത്. ഇപ്പോൾ 1,00,000 മേൽ ഇന്നലെ വന്നിരുന്നു. ആ നിലയിൽ സുഗമമായി തീർത്ഥാടനം മുന്നോട്ട് പോകുന്നു. തിരുവാഭരണ ഘോഷയാത്ര കാനനപാതയിൽ കൂടിയാണ് കടന്നു വരുന്നത്. എല്ലാ വഴിയോരങ്ങളും കൃത്യമായി ശ്രദ്ധിക്കുന്നതിനും ഒരു തടസ്സവുമില്ലാതെ കടന്നു പോകുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം വനപാലകരുടെ, പോലീസിൻ്റെ, ഫയർഫോഴ്സിൻ്റെ എല്ലാ സേനാംഗങ്ങളും സന്നദ്ധ സേനകളും എല്ലാം ചേർന്ന് ക്രമീകരിക്കാനുള്ള, ഓരോ സെൻറ്ററിലും പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞു. അങ്ങനെ 12-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് പമ്പാ സംഗമമുണ്ട്. അന്ന് തമിഴ്നാട് മന്ത്രി, ദേവസ്വം മന്ത്രി അവിടെ എത്തിച്ചേരും. നടൻ ജയറാം പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം ഉണ്ട്. അത് മുമ്പില്ലാത്ത രൂപത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു ചടങ്ങായിരിക്കും. ഇങ്ങനെ മകരവിളക്കും ഭംഗിയായി നടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി വരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മകരവിളക്കിൻ്റെ അന്നാണ് ഹരിവരാസനം പുരസ്കാരം ശബരിമലയിൽ നൽകുക. സംസ്ഥാന അവാർഡാണ് ഹരിവരാസനം. എല്ലാവർക്കും അറിയാം. ഈ വർഷത്തെ ഹരിവരാസന അവാർഡ് പ്രശസ്ത സംഗീതജ്ഞനും നടനും ഗാനരചയിതാവും എല്ലാമായിട്ടുള്ള കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിനുവേണ്ടി ഞങ്ങളൊരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഞങ്ങളുടെ ദേവസ്വം സ്പെഷ്യൽ സെക്രട്ടറി ശ്രീമതി അനുപമാടം കൺവീനറായി, ഞങ്ങളുടെ ദേവസ്വം കമ്മീഷണർ പ്രകാശും, അതുപോലെ തന്നെ പ്രശസ്ത സംഗീതജ്ഞ ഓമനക്കുട്ടി ടീച്ചറും അംഗങ്ങളായിട്ടുള്ള കമ്മിറ്റിയാണ് നിയോഗിച്ചിരുന്നത്. ആ കമ്മിറ്റി പൊതുവെ പരിശോധിച്ച് വിലയിരുത്തിയെടുത്ത ഈ കണ്ടതിനുള്ള തീരുമാനം, ശുപാർശയാണ് ഗവൺമെൻറ് അംഗീകരിച്ചത്. ആ ഒരു പേരാണ് വന്നിട്ടുള്ളത്. അത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. അദ്ദേഹത്തിൻ്റെ ശബരിമലയായി ബന്ധപ്പെട്ട സംഭാവനകൾ എന്ന് പറയുന്നത് അയ്യപ്പ കാരുണ്യം, ശരണമയം, അയ്യപ്പ പൂജ തുടങ്ങിയ പ്രസിദ്ധ ആൽബങ്ങൾക്കും ഒപ്പം യേശുദാസും മറ്റ് വിവിധ സംഗീത രംഗത്തെ പ്രമുഖരും പാടിയിട്ടുള്ള നിരവധി ആൽബങ്ങൾക്ക് അദ്ദേഹം രചനയും അതോടൊപ്പം തന്നെ സംഗീതവും നിർവഹിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ സംസ്ഥാനത്ത് നിങ്ങൾക്കെല്ലാം അറിയാം, 1993-ലും 96-ലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഗാനരചനയ്ക്കുള്ള അവാർഡ് നേടിയ ആളാണ്. ഏറ്റവും പ്രശസ്തമായ ഹിസ് ഹൈനസ് അബ്ദുള്ള, അതിൽ അദ്ദേഹത്തിൻ്റെ മോഹൻലാലുമായിട്ടുള്ള മത്സരത്തിലുള്ള ഗാനാവതരണം ആരുടെയും മനസ്സിൽ നിന്ന് മായാത്തതാണ്. അപ്പം നിരവധി രംഗങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് അവാർഡ് കൊടുക്കുമ്പോൾ 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ അവാർഡ്. അത് 14-ാം തീയതി ശബരിമലയിൽ മകരവിളക്ക് ദിവസം അദ്ദേഹത്തിന് സമ്മാനിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് ഈ അവാർഡ് കൊടുത്തിട്ടുള്ളത് യേശുദാസ്, കെ ജി ജയന്, പി ജയേന്ദ്രൻ, എസ് പി ബാലസുബ്രഹ്മണ്യം, എം ജി ശ്രീകുമാർ,
ഗംഗൈ അമരൻ, KS ചിത്ര, P സുശീല, ഇളയരാജ, വീരമണി രാജ, ആലപ്പി രംഗനാഥ്, ശ്രീകുമാരൻ തമ്പി, PK വീരമണിദാസൻ എന്നിവർക്കാണ് ഇതിനു മുമ്പ് ഈ അവാർഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും പ്രഗത്ഭരായ പ്രശസ്തരായ സംഗീതജ്ഞർക്കാണ് ഹരിവരാസൻ അവാർഡ് നൽകി വരുന്നത്. ഇതാണ് പ്രധാനമായും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കാം. അല്ല, വെർച്വൽ അല്ല, മൊത്തം വന്നത് ശബരിമല മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് തീർത്ഥാടനത്തിന് എത്തിച്ചേർന്നത് 32,70,70,000 പരം ആളുകളാണ്. രണ്ടാമത് പറഞ്ഞാണ് 5 ലക്ഷത്തിൽ പരം സ്പോട്ട് ബുക്കിംഗ് വന്നത്. ഓ, എന്തുകൊണ്ടു ചോദിച്ചു? ലാവിഷ്യത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായം പരസ്യമായി ഇവിടെ പറഞ്ഞിരുന്നു. ബഹുമാനായ സച്ചിദാനന്ദ സ്വാമികൾ അധ്യക്ഷത വഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഷർട്ട് ധരിച്ച് അകത്ത് കിടക്കാൻ പാടില്ല എന്ന് ചില ക്ഷേത്രങ്ങൾ കൽപ്പിച്ചിരിക്കുന്നത് ശരിയല്ല, അത് ഒഴിവാക്കേണ്ടതാണ്, ഷർട്ട് ധരിച്ച് കയറാവുന്ന അവസ്ഥയുണ്ടാവണം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. അതുകൂടാതെ ഒരു കാര്യം കൂടി പറഞ്ഞു. പൊതുവേ വളർന്നു വരുന്ന മന്ത്രവാദങ്ങൾ, അതേപോലെ തന്നെ ഈ ചില എല്ലാം ഉള്ളതാണ്. അത് ഗുരുദർശനത്തിൽ നിന്നുകൊണ്ടാണ് സച്ചിദാനന്ദ സ്വാമികൾ ആ ഒരു വിപ്ലവകരമായ അഭിപ്രായം അദ്ദേഹം സൂചിപ്പിച്ചത്. സ്വാഭാവികമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന് പിന്നാലെ പ്രസംഗിച്ചപ്പോൾ ആ അഭിപ്രായങ്ങളോട് യോജിക്കുന്നു എന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. ഞാൻ പ്രത്യേകം പ്രസംഗിച്ചപ്പോൾ ഞാനും അഭിപ്രായത്തോട് യോജിക്കുന്നു. കാരണം ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ച് കയറാൻ പാടില്ല, ഗുരുവിൻ്റെ ദർശനത്തിന് നിരക്കാത്തതാണ് ആ വാദം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇല്ല, അത് പിന്നെ ആലോചിച്ചില്ല. അത് അവിടെ ഒരു അഭിപ്രായം ഇങ്ങനെ വന്നു. അതിന് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ദേവസ്വം ബോർഡിൻ്റെ ആലയങ്ങളും ദേവസ്വം ബോർഡുകളൂടെ ആലോചിക്കണ്ടേ. ഇപ്പോൾ നമുക്ക് 5 ദേവസ്വം ബോർഡുകളാണുള്ളത്. 1 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, 2 ഗുരുവായൂർ ദേവസ്വം ബോർഡ്, 3 മലബാർ ദേവസ്വം ബോർഡ്, 4 കൊച്ചിൻ ദേവസ്വം ബോർഡ്, 5 കൂടൽമാണിക്യം. ഈ 5 ദേവസ്വം ബോർഡും കൂടി ചർച്ച ചെയ്യുന്ന രൂപത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ വന്നില്ലേ ഗവൺമെൻറ് ഇടപെടുള്ളൂ. ഇപ്പം അങ്ങനെ രൂപത്തിലേക്കുള്ള ചർച്ചകൾ വന്നില്ലേ. ഇന്നലെ അവിടെ ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞ ഈ അഭിപ്രായം അത് അതിപ്രധാനമാണ്. അത് ഈ പ്രത്യേകിച്ച് ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ധാരാളം കൂടോത്രങ്ങൾ വരികയാണിപ്പോൾ. നമ്മൾ വിചാരിക്കുന്ന ചില ആളുകൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾ പോലും അതിനൊക്കെ വശംവദരാകുന്നു. ഈ മന്ത്രവാദങ്ങൾ, അതിന് എന്തെല്ലാം നമ്മൾ കണ്ടല്ലോ. പത്തനംതിട്ടയിലെ കൊല അല്ലേ, മനുഷ്യക്കൊല വരെ നടന്നില്ലേ ഈ കാലഘട്ടത്തിൽ. അതുപോലുള്ള സംഭവങ്ങൾ വിവിധ മേഖലകളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മാറണം. ഗുരു അത്തരത്തിലുള്ള വീക്ഷണങ്ങൾക്കെല്ലാം എതിരായിരുന്നു, മന്ത്രവാദത്തിനും അന്ധവിശ്വാസങ്ങൾക്കുമെല്ലാം. ആ ദർശനം വെച്ചിട്ട് സച്ചിദാനന്ദ സ്വാമികൾ അവിടെ വിഷയം അവതരിപ്പിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു, ഞാനും അഭിപ്രായം പറഞ്ഞു. ഇതുവരെ ദേവസ്വം ബോർഡിനെ ഇതുവരെ ചർച്ച ചെയ്ത് വന്നെങ്കിൽ നമുക്ക് അതിലേക്ക് എടുക്കാൻ കഴിയും. ഇല്ല, അതിലേക്ക് വന്നില്ല. ഞങ്ങൾ ഇന്നലെ ഒരു അഭിപ്രായം ഇങ്ങനെ പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങൾ ആദ്യം ദേവസ്വം ബോർഡാണ് ചർച്ച ചെയ്യേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കാര്യങ്ങൾ പറയുന്നത്. അല്ലേ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പ്രസിഡന്റ് തന്നെ ആയിരിക്കുന്നത്. ബോർഡ് സ്റ്റാറ്റ്യൂട്ടറി പവറുള്ള ബോർഡാണ്.